ഇവനെന്തോ പറയുന്നുണ്ട്, പക്ഷെ അത് വ്യക്തമല്ല എന്നാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇത്തരത്തിലുള്ള ഉമ്മയെ പിന്നെ തരാം. ഫ്രഞ്ച് ജ്യൂസാണോടാ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പോണത്, കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് പറയാൻ വേണ്ടി പോണത്. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മളുടെ കൂട്ടിൽ ഓപ്പൺ ഗെയിനകത്ത് സൺകുണോറ് മുട്ടയിടാൻ വേണ്ടി കൂടിൻ്റെ അകത്ത് കുഴി കുഴിക്കുകയും അതിന് നമ്മളതിന് ഒരു കൂട് വെച്ച് കൊടുക്കുകയുണ്ടായിരുന്നല്ലേ. അത് നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. കാണാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിക്കോളൂ. അപ്പോൾ അവർ മുട്ടയിടാൻ ഏകദേശം ഒരു സിംറ്റംസൊക്കെ കാണിച്ച സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വലിയൊരു കൂട് വെച്ച് കൊടുത്ത്. അപ്പോൾ അന്നേരത്തെ അതിനകത്ത് പറയുകയുണ്ടായി, ഇവർക്ക് ഇതിനകത്ത് മുട്ടയിടാൻ പറ്റുമോ, ഇവർക്ക് ആ സാഹചര്യത്തിൽ, അതായത് ഇത്രയും വലിയൊരു ക്രൗഡായിട്ടുള്ള അത്രയും പക്ഷിയുള്ള സമയത്ത് മുട്ടയിടാൻ പറ്റുമോ എന്നുള്ളതും നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ആ വീഡിയോ ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ അന്നേരത്ത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സൊക്കെ കൊണ്ട് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടായി ആ കൂടിന് വേണ്ടി തല്ലിക്കുന്ന ഇതുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്നില്ലേ, ഇതിൻ്റെ അകത്ത് നമ്മുടെ സൺകുണോറ് മുട്ടയിടാൻ വേണ്ടി ആ കൂട് തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കിളികൾ ഇതിൻ്റെ അകത്ത് കയറുമോ എന്നുള്ളൊരു സംശയം. അപ്പോൾ കാണിച്ചു തരാം ഇപ്പം എന്താ സംഭവിച്ചെന്നുള്ളത്. ഇതാണ് നമ്മുടെ നമ്മുടെ കൂട് ഓപ്പൺ കേജ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ സൺകുണോറ് വന്നിട്ടുണ്ട്. ഇവിടെ വേണ്ട സൺകുണോറൊക്കെ നമ്മുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ചു കൊടുത്ത കൂട് കൂട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വെച്ച് കൊടുത്ത കൂട് ഇവിടെ ഇരിക്കണം കേട്ടോ. അമ്മമാരൊക്കെ പുറത്തുണ്ട്, കൂട് ഇവിടെ ഇരിക്കുകയാണ് പക്ഷേ ഈ കൂടിനകത്ത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡാണ് അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 2 പേര് കയറിയിരിക്കുന്നുണ്ട്. അതായത് ഈ കൂട്ടത്തിൽ ഇത്രയും ബേർഡ്സ് ഇവിടെ ഉള്ളതിൽ നമ്മുടെ ഇതിനകത്ത് അധികം ബേർഡ്സ് ഉണ്ട്. ഇത്രയും ബേർഡ്സ് ഇതിൻ്റെ അകത്ത് ഉള്ളതിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അല്ലെങ്കിൽ അത് തന്നെ എൻ്റെ ശരിയായ അർത്ഥം. അതായത് ഇവന്മാർ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് പോലും ഏറ്റവും ചെറിയവന്മാരായിട്ടുള്ള 2 പേരാണ് ആ കൂട് കൈയടക്കിയത്. അതായത് അവന്മാർക്കാണ് ഈ കൂട്ടിനകത്ത് കൂടുതൽ ആധിപത്യമുള്ളത്. അതുകൊണ്ടാണ് അവന്മാർ ഇത്രയും പേരെയൊക്കെ തള്ളി മാറ്റി അവന്മാർ ആ കൂട് കൈയടക്കിയത്. ഇനിയിപ്പോൾ ആ കൂട്ടിനകത്ത് നമുക്ക് അവന്മാർ എന്തൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ നോക്കിക്കളയാം. അവന്മാർ അത് പെയറാണത്. അവരെ മുട്ടരാൻ വേണ്ടിയുള്ള ഇത് തയ്യാറെടുപ്പിലപ്പോൾ നടത്തിയിട്ടുണ്ടാവുകയായിരിക്കാം. എന്തായാലും മറ്റുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സും അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടമായിട്ട്. അത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവരാണത് കൈയടക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതേപോലെ നമ്മുടെ അടുത്ത് ഇവിടുത്തെ കോക്കോട്ടൈൽസ് ഉണ്ട് ഇവിടെ. അവരും കുറച്ച് വലുതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പല ആൾക്കാരും ഈ ഓപ്പൺ കേജ് കാണുന്ന ചോദിക്കാറുണ്ട്. പല ആൾക്കാരും മെസ്സേജൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഇത്രയും വലിയൊരു ഓപ്പൺ കേജിനകത്ത് ഇത്രയും കിളികളെയൊക്കെ ഒരുമിച്ചിടാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ നോർമലി ഒരു ചെറിയ കൂടാണെങ്കിൽ ഇങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ കൂടെന്ന് പറഞ്ഞാൽ കുറേ വലുതാണ്. അതായത് ഏകദേശം 10 അടി അല്ല 12 അടി നീളവും ഏകദേശം 9 അടി വീതിയുമുള്ളൊരു വലിയൊരു കൂടാണ്. ഹൈറ്റാണെങ്കിൽ ഈ മാവിൻ്റെ അത്രയൊക്കെ ഉണ്ട് കണ്ട. അപ്പോൾ 1.5 ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ കൂട്ടിനകത്ത് കിളികളെ മിക്സ് ചെയ്തിട്ടുണ്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല. കാരണം എന്നാൽ ആരെങ്കിലും കിളികളെയൊക്കെ ആക്രമിക്കാൻ വന്നാൽ തന്നെ അവർക്ക് ഒരു രക്ഷപ്പെടാനുള്ള ഒരു സ്പേസും ഉണ്ട് എന്നാൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എറിയൻ വന്നാലും ശരിയാണ്, മറ്റുള്ള പുറമേ നിന്നുള്ള പ്രകൃതിയിലുള്ള ബേർഡ്സ് ആക്രമിക്കാൻ വന്നാലും ശരിയാണ്. അവരൊക്കെ അവിടെ ഒരാൾ അപ്പോൾ എറിയാൻ വന്നാലും ശരിയാണ്. അങ്ങനെ അവിടെ ഒരാളൊരു പാടില്ലാണ്ടിരിക്കുന്നുണ്ട് കണ്ട. പാടില്ലാണ്ടിരിക്കണം അയാളെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്രമിക്കാനല്ല, എന്താണ് പാടില്ലാത്തത് നോക്കിയിട്ട് അവൻ അവിടെ ക്രിംസൺ ബെല്ലി കൊണൂറ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അയാൾക്ക് പാടില്ല കേട്ടോ. അതാണ് അയാളെ ഇങ്ങനെ ഒരു കൂനിക്കൂട്ടിരിക്കേണ്ടത്. അയാൾ എന്താണ് കാണിക്കുന്നത് നോക്കിക്കളെ. അയാൾ അവിടെ നിന്ന് മാറി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ കൂടായതിൻ്റെ പേരിലാണ് അയാൾക്ക് അങ്ങനെ മാറാൻ പറ്റുക എന്നാൽ. ഇത് ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും കൊത്താൻ വേണ്ടി വന്നാൽ തന്നെ അയാൾ കൂടെ രക്ഷപ്പെടാനുള്ളൊരു സ്പേസ് അതിനകത്തുണ്ട്. അവന് പാടില്ല സത്യത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ബേർഡ്സ് വന്നാലും പുറമേ നിന്ന് നമ്മുടെ ബേർഡ്സ് വന്നാലും ശരിയാണ്, ഇവർക്ക് ഈ പുറമേ നിന്ന് എറിയാനും വന്ന് കൂടിന് പുറത്ത് അടിക്കുന്ന സമയത്ത് പറന്ന് പെട്ടെന്ന് പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ
ദാ ഈ സീഡിയിൽ ഇട്ടിട്ടുണ്ട്. അത് ഇത്തരം പക്ഷികളെയൊക്കെ അകറ്റാനായിട്ട് സഹായിക്കും. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചാനലിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. നമ്മൾ സൺകുണൂർ അതിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്, കണ്ടാ കൊത്താൻ വേണ്ടി പോയി അവനവിടെ നിന്ന് ഓടി മാറേണ്ടായി. അപ്പോൾ എന്നാൽ ഒരു ചെറിയ കൂടാണെങ്കിൽ സത്യത്തിൽ അവന് ഓടി മാറാനുള്ളൊരു സൗകര്യം കിട്ടില്ല. അപ്പോൾ അതിനെ ആക്രമിച്ച് അല്ലെങ്കിൽ കൊത്തിയാൽ പരിക്കേൽപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതല്ലേ. നോർമലി ഇത്തരം കൂടുകളിലല്ല, ഏത് കൂടുകളിലായാലും ശരിയാണ്, ബേഡ്സിനൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുകയൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവനെ പിടിക്കണം, ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഞാനെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ അകത്ത് ബ്രീഡിംഗ് ബോക്സിനകത്ത് ഉമ്മാരും വല്ല മെറ്റീരിയൽ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കൂട്ടിനകത്തോട്ട് നേറാം, അപ്പം പിടിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂട്ടിൽ നമ്മളെത്തിയിട്ടുണ്ട്. ഈ കൂടിനുള്ളിൽ ഉമ്മാരെന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് നമുക്ക് നോക്കിക്കളയാം. ഒരാൾ പുറത്തിറങ്ങി നോക്കാനുണ്ട്. എന്തായാലും നമുക്ക് കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അത്രയും ഡെപ്തായിട്ടുള്ള വലിയ കൂടാണിത്. ആഫ്രിക്കൻ ലവ് ബേഡ്സിന് ബ്രീഡ് ചെയ്യാൻ പറ്റിയ ബ്രീഡിംഗ് ബോക്സ് അല്ല ഇത്, നമ്മുടെ കോക്കട്ടൈൽസിന് പറ്റിയ ബ്രീഡിംഗ് ബോക്സാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൂടിൻ്റെ ഈ ഭാഗം നമുക്ക് തുറന്ന് നോക്കാം, എന്താണ് ഇവന്മാർ ചെയ്ത സെറ്റിങ്സ് എന്തായിരുന്നു നമുക്ക് തുറന്ന് നോക്കാം ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. ഇനി മുട്ടയിട്ടിരുന്ന ചാൻസ് വളരെ കുറവായിരിക്കുള്ളൂ. നോക്കാം എന്തായാലും. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരാഴ്ചയോളമായി ഇത് നമ്മളിതിനെ വെച്ച് കൊടുത്തിട്ട്. കൂട്ടിൽ നിന്ന് പറന്നുപോയി. അതെ, നെസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതിനകത്ത് കുറേ നെസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് നെസ്റ്റ് മെറ്റീരിയലാണെന്നുള്ളത് നോക്കാം. നെസ്റ്റിംഗ് മെറ്റീരിയൽ ഒരു പ്രധാന ഘടകമാണ് കുട്ടികളുടെ ജീവന് നെസ്റ്റ് മെറ്റീരിയൽ പ്രധാന ഘടകമാണ്. അപ്പോൾ നമുക്ക് ഈ കൂടെ പോയി എടുത്തു നോക്കാം. നമുക്ക് നമ്മളെ കൂട്ടി കയറി കഴിയുമ്പോൾ ഇവന്മാർ സൺകുണൂഴ്സ് നമ്മുടെ മേത്തേനെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതെ ഒരാളതേ കൂട്ടി കയറാൻ ശ്രമിക്കേണ്ടതാണ്, അവൻ്റെ കൂട്ടിൽ കയറാൻ ശ്രമിക്കേണ്ടത്. ഞാനുള്ള എൻ്റെ ധൈര്യത്തിലാണ്, കാരണം ഞാനില്ലാന്നുണ്ടെങ്കിൽ മറ്റേ ആഫ്രിക്കൻ ലവ് ബേഡ്സ് അവന്മാരെ കൊത്തി ഓടിക്കുന്നുണ്ടെന്നാൽ. അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ അവന്മാർക്ക് കുഴപ്പമില്ല, ഞാൻ ഉണ്ടെങ്കിൽ അവന്മാർക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അയാൾ കൂട്ടിലേക്ക് കയറി നോക്കുന്നുണ്ട്, കണ്ടോ. എന്തൊക്കെയാണ് അവന്മാർ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോഴാണ് ധൈര്യം വന്നത്, അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും കൊത്തി ഓടിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ, ഞാൻ ഈ കൂട്ടി കയറുന്ന സമയത്തെ ഇവന്മാർ എൻ്റെ മേത്ത് വന്നിരിക്കുന്നിരുന്നിട്ട് ഞാൻ നിങ്ങളോട് പറയൂല, നിങ്ങൾ ഈ ഇവരോട് പറയണേക്ക് ഇവന്മാരിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവനെന്തോ പറയുന്നുണ്ട്, പക്ഷെ അത് വ്യക്തമല്ല എന്നാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇവർ നമ്മൾ പറയുന്ന ചില വാക്കുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നാൽ, ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചാന്ന് വെച്ചാൽ ഇവന്മാർ ഭക്ഷണം കഴിച്ചാന്ന് വെച്ചാൽ തിരിച്ച് പറയുന്നാൽ, അതേപോലെ അങ്ങനെ അവിടെ വന്നിരിക്കല്ലേ, അങ്ങനെ പലതും ഇവന്മാർ നമ്മളോട് ഇങ്ങനെ പറയും. അതേപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതൊന്നും എന്താണെന്നുള്ളത് പറഞ്ഞേ എന്താണെന്നുള്ളത് മിണ്ടല്ലേ. എന്താ പറഞ്ഞേ? ഞാൻ മൈക്കിനടുത്ത് കൊണ്ട് വെച്ച് നോക്കാം. എന്താ പറഞ്ഞേ? മൈക്കം കൊടുത്തണ്ട. ശരി. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്താണ് അവന്മാർ പറയാന്നുള്ളത്. അവരുടെ നാക്കിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അവരിങ്ങനെ ഇങ്ങനെ ഗുണഗുണാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നെസ്റ്റ് മെറ്റീരിയലായിട്ട് അവന്മാർ എന്താ വെച്ചത് നമുക്ക് തുറന്നു നോക്കിക്കളയാം. കൂട് വെച്ച് കൊടുത്തിട്ട് ഇയാളുടെ ആകാംക്ഷ ഇതുകൊണ്ട് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ പയ്യെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. മാറിക്കപ്പോ മാറാ. ബാലൻസ് ഇട്ടല്ല, കുഴപ്പമിച്ചെടുക്കാം. മാറാ. ഈ കൂട് നമ്മൾ പയ്യെ എടുത്ത് അപ്പം ഇതാണ്. എടാ മാറേ മാറേ അവിടെ ഇരുന്നോ പോട്ടെ. അപ്പോൾ അത് നെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനം ഇതാണ് അവന്മാർ വെച്ചേക്കണത്. ഇത് മിക്കവാറും ചീരയുടെ, നമ്മുടെ സാധാരണ ചീരയല്ലേ, ചീര അവന്മാർക്ക് കഴിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ചീര കഴിച്ചോ ഞങ്ങളുടെ ഫുള്ളായിട്ട് മുഴുവനായിട്ടാണ് വെച്ച് കൊടുക്കാറുള്ളതാണ്. അതായത് ഒരു ചീരത്തണ്ട് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഒരു ചീര ഫുള്ളായിട്ട് വെച്ച് കൊടുക്കും. അതിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കുള്ളൂ മിക്കവാറും ഇത്.
അത് തന്നെയാണ് ചീരയുടെ അവശിഷ്ടങ്ങളാണ് മിക്കവാറും. പക്ഷേ ഞാൻ നേരത്തെ പറയേണ്ടായ നെസ്റ്റ് മെറ്റീരിയൽ കുട്ടികളുടെ ജീവന് ഒരു പ്രധാന ഘടകം വഹിക്കുന്നുണ്ടെന്നുള്ളത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീരയുടെ തണ്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് നെസ്റ്റ് മെറ്റീരിയൽ വെച്ച് കൊടുക്കാൻ പാടില്ല. അത് അവർക്ക് വെച്ച് കൊടുത്താൽ ഇവർ ചീരയുടെ തണ്ടുമ്മ അതിൻ്റെ ചീരയുടെ തണ്ടിൽ ചെറിയൊരു നാര് പോലെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കുട്ടികളുടെ കാലിനെ കൊണ്ട് ജീവന് ബുദ്ധിമുട്ടാവുകയും ചെയ്യും, ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അപ്പോൾ നെസ്റ്റ് മെറ്റീരിയൽ അതൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ കാണാം. കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് ഓല മടൽ, ഉണക്ക ഓല മടലാണ് ഉപയോഗിക്കേണ്ടത്, പച്ച ഓല മടലും ഉപയോഗിക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ ഈ ഒരു ഓപ്പൺ കേജിനകത്ത്, മിക്സഡ് ആയിട്ടുള്ള ഓപ്പൺ കേജിനകത്ത് കൂട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ആധിപത്യം സ്ഥാപിക്കുക നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മളതാണ് ഉദ്ദേശിച്ചത്. അതിനോടൊപ്പം തന്നെ നമ്മൾ വേറെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും പറയുണ്ടായി എന്നാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ ബ്രീഡിംഗ് ബോക്സൊക്കെ വെച്ച് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവരെ ഡീവാമിങ്ങിൻ്റെ ഭാഗമായിട്ട്, അതായത് വിരയുടെ മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കൂടുതലൊക്കെ എടുത്ത് മാറ്റിയതാണ്. പിന്നെ ഞാൻ ബോക്സ് ഞാൻ വെച്ചില്ല. കുറേ ബോക്സ് ഇത് മൊത്തം നമുക്ക് ബ്രീഡിങ് ബോക്സുകൾ കൊണ്ട് നിറച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അതിനൊന്നും ഒക്കെ എടുത്ത് മാറ്റിയുണ്ടായി. അതായത് മുട്ട ഇടുന്ന സമയത്ത് ഡീവോമിങ് നടത്താൻ പാടില്ല. പിന്നെ അല്ല ബേഡ്സിനൊക്കെ പൊതുവെ വില കുറഞ്ഞ സമയത്ത് അതിൻ്റെയൊക്കെ ബ്രീഡിങ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടും ഞാൻ കുറേ നാളുകളായി ഈ ബോക്സുകളൊക്കെ മാറ്റിയിട്ട് ബ്രീഡിങ് തൽക്കാലം ഇപ്പോൾ ചെയ്യുന്നില്ല. കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഏകദേശം ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ വിലയൊക്കെ കൊറോണ സമയത്തുനിന്ന് കയറുകയും പിന്നീട് അതിൻ്റെ കുറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കുറേശ്ശൊക്കെ വിലയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രണ്ടാമത് ബ്രീഡിങ് തുടങ്ങണം. പല ആൾക്കാരും ഹാൻഡ് ഫീഡ് ചിക്സ് മറ്റുള്ള ബേബീസിനൊക്കെ ചോദിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഈ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അകത്ത് മെസ്സേജ് അയയ്ക്കുക. ബേഡ്സിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമ്മുടെ അസുഖബാധിതനായ കിളിയിൽ അവിടെ ഇരിക്കേണ്ടത് നമുക്ക് പയ്യെ അവനെ പിടിക്കാൻ ശ്രമിച്ചു നോക്കാം. ഇപ്പോൾ കിട്ടിയില്ല. അപ്പം മരേ നമ്മുടെ കാലുമയൊക്കെ പയ്യെ ഇങ്ങനെ കൊത്തി കളിക്കേണ്ട. ഒരാളുടെ മുണ്ടിൻ്റെ അടിയിലൊക്കെ വന്നിട്ടുണ്ടോ, ഇവിടെയൊക്കെ വന്ന് കാലുമ്പോൾ കൊത്താണ്ട്. അപ്പോൾ കൊത്തലടാ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഉപകാരപ്പെട്ടെങ്കിൽ ഇതേപോലെ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്താൽ ഉപകാരമാണ്. നമ്മുടെ വീഡിയോസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രത്യേകതകളായിക്കോളൂ. കാരണം നമ്മൾ ഇത്തരം എക്സ്പീരിയൻസുകളാണ് അയക്കല്ല ഇത്തരത്തിലുള്ള ഉമ്മയെ പിന്നെ തരാം. ഫ്രഞ്ച് ജ്യൂസ് ആണോടാ, ഫ്രഞ്ച് ജ്യൂസ് തരാൻ പോണോ? അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് വെറൈറ്റി ഉള്ള വീഡിയോസ് ആയിക്കോളൂ. കാരണം നമ്മുടെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ കൊണ്ട് ആയിരിക്കുള്ളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. സാധാരണ മറ്റുള്ള വീഡിയോ പോലെയല്ല. നമ്മളിതുപോലെയൊക്കെ മിക്സഡ് ആയിട്ട് വാർത്തതിൻ്റെ പേരില്ലേ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള പ്രത്യേകതകളും അതിൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ പറ്റും. എന്നാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവന്മാർ തമ്മിലുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവന്മാർ തമ്മിൽ പെയറാവോ, ഇവന്മാർ തമ്മിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ വെറൈറ്റീസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഇവന്മാരുടെ സ്വഭാവങ്ങളിലെ വ്യത്യാസങ്ങൾ, നേച്ചറുകൾ, അങ്ങനെ ഓരോരോ സമയത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് അത്രയും വീഡിയോസൊക്കെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇത്തരത്തിലുള്ള സോറി ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, ഒരു ബൈ പറഞ്ഞ. അപ്പോൾ ഒരു ബൈ പറഞ്ഞേ. രക്ഷയില്ല ഇപ്പം വേണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവർക്കും